ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു കിച്ചൺ നോക്കാം. അപ്പോൾ അതാ കിച്ചൻ്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ കൂളിങ്ങോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല സൗകര്യപ്രദമായിട്ട് വിറകടുപ്പോട് കൂടി ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. ഇതിനകത്ത് തന്നെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. അപ്പോൾ ഇതാ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വാഷ് മെഷീന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇരുന്ന് കുട്ടികൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു റാക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഈ ഒരു ഭാഗത്താണ് സ്റ്റോറേജ് വന്നിട്ടുള്ളത്. ഇതിന് അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു സ്റ്റോർ വാളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ തട്ടുകൾ കൊടുത്തത് കാരണം ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് സ്റ്റെയറിന് താഴെ വന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ സ്റ്റവും വിറകടുപ്പും വന്നിട്ടുള്ളത്. 3 ബർണർ ഹോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ അതിന് താഴെയായിട്ട് കട്ട്ലറി ബോക്സ് ആണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു കട്ട്ലറി ബോക്സ് ആണ്. താഴെ നോർമലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ഫ്രൈ പാനും മറ്റും ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പുൾ ഔട്ട് ഹാങ്ങറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റീലിൻ്റെ വിറകടുപ്പാണ് വന്നിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു എക്സോസ് ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് GTBT നൽകിയിട്ടുണ്ട്. ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. ഈ ഒരു രീതിയിലാണ് കബോർഡ്സ് വന്നിട്ടുള്ളത്. ഇവിടെയും ഒരു കട്ട്ലറി ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ പ്ലേറ്റ് ട്രേ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് തന്നെ ഇവിടെ ഒരു പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടും വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. കബോർഡിന്റെ ഈ ഒരു ഭാഗം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് തട്ട് കൊടുത്തിട്ടുണ്ട്. കബോർഡിനകത്ത് ഇതുപോലെ തട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പാത്രങ്ങൾ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ വലിയ ബക്കറ്റൊക്കെ വെക്കുന്ന ഭാഗമാണെങ്കിൽ ആ ഒരു ഭാഗം മാത്രം തട്ട് കൊടുക്കാതെ ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ തട്ടുകൾ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ടോൾ യൂണിറ്റിനകത്താണ് മിക്സിക്കും മറ്റും പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.